നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് വിശുദ്ധ ദിവസത്തിൻ്റെ മനോഹരമായ പ്രഭാതത്തിൽ നിൻ്റെ ആലയത്തിലെ ഒരുമിച്ച് ചേർന്ന് നിന്നെ ആരാധിപ്പാൻ അവിടെ നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഈശോച്ചനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം കർത്താവേ, ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ധന്യമായ ആത്മീയവും ഭൗതികവുമായ നേതൃത്വം നൽകി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പൂർത്തീകരിച്ച് സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ച് കർത്താവേ, സ്ഥലം മാറിപ്പോകുന്നതായിട്ടുള്ള ദാസൻ്റെ കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അവിടുന്നാക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ദൗത്യം വിശ്വസ്തയോടുകൂടി ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിൻ്റെ മകനെ കുടുംബമായിട്ട് അവിടുന്ന് ശക്തീകരിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നിൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ദൈവകൃപ ധാരാളമായിട്ട് അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കടന്നു വന്നിരിക്കും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, കൃപയിൽ കാക്കണമേ, മാനവും മഹത്വം അവിടുന്ന് തന്നെ എടുക്കണമേ. ആ ദിവസാനം നിന്റെ കാവലും കരുതലും കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ക്രിസ്തീയ കീർത്തനങ്ങൾ 18-ാമത്തെ ഗീതം പാടി നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 18-ാമത്തെ ഗീതം. കരുണാസനം വഴിയായി സഭയിൽ നിൻ കരുണാസനം വഴിയായി സഭയിൽ ഒരു മനസ്സോടെ തിരുഭവനെ പരിചോടടിയ വരുന്നതു വരിക സുരാധിപ പരമപരാ നിൻ കരുണാസനം വഴിയായി സഭയിൽ നിൻ കരുണാസനം വഴിയായി സഭയിൽ ഭക്തിയോടടിയ നേതൃപാദത്തിൽ പ്രാർത്ഥന ചെയ്തു വരം ലഭിപ്പാൻ നിത്യവും നിൻ പരിശുദ്ധാത്മാ ശക്തി തന്നരുള ഭജിച്ചിടുമ്പോൾ വരിക സുരാധിപ പരമപരാധി കരുണാസനം വഴിയായി സഭയിൽ നിൻ കരുണാസനം വഴിയായി സഭയിൽ തിരുമനസിനെ കുറിച്ചൊരു മനസ്സായി ഇരുവരോ മൂവരോ വരും നിടത്തിൽ കരുണയോടെ എഴുന്നരുളുമെന്ന തിരുവചാരുളിയ പരമസുതാ വരിക സുരാധിപ പരമപരാധിൻ കരുണാസനം വഴിയായി സഭയിൽ നിൻ കരുണാസനം വഴിയായി സഭയിൽ ദൂതരുടെ സ്തുതിയിൽ വസിക്കും നീതി സ്വരൂപനമജുവായിക്കും ഭൂതലരക്ഷകമശിഹായിക്കും പരിശുദ്ധാത്മാവിനും സ്തോത്രം വരിക സുരാധിപ പരമപരാധിൻ കരുണാസനം വഴിയായി സഭയിൽ നിൻ കരുണാസനം വഴിയായി സഭയിൽ. ഇപ്പോൾ ഒന്നാം പാഠം വായിക്കുന്നതും അതിനുശേഷം ക്രിസ്തീയ കീർത്തനങ്ങൾ 489-ാമത്തെ ഗീതം പാടുന്നതും തുടർന്ന് 2-ാമത്തെ പാഠം വായിക്കുന്നതുമാണ്. ഒന്നാം പാഠമായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 32, 22 മുതൽ 32. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി
യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ച് അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷത്ത് ഉദിക്കുന്നല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിൻ്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. ഇവിടെ 1-ാം പാഠം അവസാനിക്കും. വിശ്വാസം ദുർബലം, യേശുതാൻ സർവാശ്രയം. നാളുകൾ ഗമിക്കിലും മാത്രകൾ പറക്കിലും എന്തെല്ലാം ഭവിക്കിലും യേശുതാൻ സർവാശ്രയം. പാദശോഭയാം നേരം പാടും ഞാൻ അത്യാധികം ക്ഷീണമെങ്കിലും വഴി യാചിക്കും ക്ഷണം പ്രതി. നാളുകൾ ഗമിക്കിലും മാത്രകൾ പറക്കിലും എന്തെല്ലാം ഭവിക്കിലും യേശുതാൻ സർവാശ്രയം. ജീവകാലമൊക്കെയും കൽപ്പാന്തകാലം വരെ സ്വർഗം ചേരാൻ ബലം യേശുതാൻ സർവാശ്രയം. നാളുകൾ ഗമിക്കിലും മാത്രകൾ പറക്കിലും എന്തെല്ലാം ഭവിക്കിലും യേശുതാൻ സർവാശ്രയം. 2-ാം പാഠഭാഗമായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 26-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പ്രവൃത്തി 26-8. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്തേ? നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ച് സത്യം. അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ച് അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്തി പിടിച്ച് അന്യ പട്ടണങ്ങളോളം ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടെ ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവ് നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തു നിന്നും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങളെല്ലാവരും നിലത്തു വീണുപോയി
ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്തേ? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നു ഞാൻ ചോദിച്ചതിന്, കർത്താവേ, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാനെങ്കിൽ എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാതിരുന്നതിനും നീ ശുശ്രൂഷകനും സാക്ഷ്യവുമായി നിയമിക്കാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും ജാതികളെയും കയ്യിൽ ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനം എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. രക്ഷകനേ, നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാം ഞങ്ങളിന്നു വെളിച്ചം കാണുന്നു. സ്വർഗസ്ഥാപിതാവിൻ കതിരേ ശോഭിപ്പിക്കാം ഞങ്ങളെ ഇന്ന്. ശോഭ നിറഞ്ഞോരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാം ഞങ്ങളുടെ ദുർമോഹം ശമനം ചെയ്വതിനിൻ അയ്യോ വിളിക്കുന്നു നിൻ നാമത്തെ. മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരമുള്ളവനും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കും വേണ്ടി വിശുദ്ധ കന്യകമറിയാം ജലം ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധാതൃത്വത്തിലുള്ളവനും തന്റെ പിതാവിനോടും ജീവനുള്ള വിശുദ്ധരോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മനുഷ്യാതമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട
തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രിയേലായിസോൻ 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 നിങ്ങളെ ഞങ്ങളറിയിച്ചതന്നെ മറ്റൊരുവൻ അറിയിച്ച വാനവനെങ്കിലും മാതൂതൻ കാലേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ ആരിൽ മുളച്ചു പറക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൻ ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് സ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. മൂന്നാം ലേഖനം. സ്നേഹമാരുടെ സ്തുതി. കർത്താവേ, ഞങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, ശുദ്ധിയതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടന്മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യം, വയലിൽ നിന്ന് വരുന്ന ഭൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാവുന്നവരിൽ കർത്താവിനെ കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധമണ്ഡലിൽ പ്രവേശിച്ച് വിശുദ്ധ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ.
നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങൾ എല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരേ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള മുന്നറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് തന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായ പിതാവിന്റെ സ്തുതി. തന്റെ അനുഗ്രഹം നാമെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യകമറിയാം ജനമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഇതിപ്രകാരം സംഭവിച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ചു വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറം അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചിരിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞാറ്. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴിയിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. യേശു വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമാസ് അവനോട്, എൻ്റെ കർത്താവിൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്നോടടുപ്പാൻ വിശ്വവെളിച്ചമാം സുവിശേഷം നീ എന്നതിനാൽ സ്തോത്രം. നിന്നറിയിപ്പിൽ നിൻ ഉയർവചനം കേൾക്കയാൽ നിന്നെ മഹത്വീകരിപ്പാൻ യോഗ്യരാക്ക ഞങ്ങളെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലാം നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും പാപദാസ്യത്തിൽ നമ്മെ വീണ്ടുകൊള്ളുകയും തന്റെ വിലയേറിയ രക്തത്താൽ പുത്ര സ്വീകാരത്തിൽ നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാനാചാര്യനുമായ മശിഹാ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ചില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ,
സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിൻ്റെയും പാപങ്ങളും നല്ലവനെ നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ചതായതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന് നാഥനായി ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ രാജാവായ മശിഹായെ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് നുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താ ഞങ്ങൾ നീക്കി മായിച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രം എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയിടയനായുള്ളൂ. നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഈ മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കും. നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ നീ യോഗ്യനാക്കി തീർക്ക്. മേലുള്ള ഉയരങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്വത്തെ സ്തുതിക്കുന്ന ക്രോപേന്മാരോടും നിനക്ക് കാതീശ് പാടുന്ന ശ്രാഭേന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല ശിക്ഷയ്ക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, ദുഷ്ടതക്കാരുടെ മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളിൽ മേൽ നിന്റെ നന്മകളെ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന അകൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെട്ടി ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളോടുകൂടി നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഞങ്ങളുടെ കുർബാനയിൽ പ്രസാദിച്ച് അവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായത്വങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്ങ് ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും ഭാവികളുമായ നാം ഉത്തരമായിട്ട് ആമീൻ എന്ന് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുൻപേ പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവുടെ ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും
മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിലിറങ്ങി വിശുദ്ധമായ കിടന്നുരച്ച മനുഷ്യനായി ഉദ്യോഗസ്ഥിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് തിരുപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമുള്ളവനും ജീവിച്ചവരെയും മരിച്ചവരെയും വിധിപ്പാൻ മഹാപ്രഭാതോടെ പരിപാലിക്കുന്നതുമായ യേശുമിശിഹായിൽ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചതുമായ ജീവനുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം പറഞ്ഞ് മരിച്ചവരെഴുന്നേൽപ്പിനും വരുവാനിൽ ലോകത്തിലെ ഉപദേശിനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടിയവർക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് മുന്നോട്ട് വരാം. വിവാഹ വാർഷികത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി വന്നവർക്കും പ്രാർത്ഥനയ്ക്കായിട്ട് മുന്നോട്ട് വരാം. ദിവസങ്ങളെ പിറന്നാൾ ആഘോഷിച്ചവർ പ്രാർത്ഥനയ്ക്കായി മുന്നോട്ട് വന്നാട്ടെ. വിവാഹ വാർഷികത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി വന്നവരും മുന്നോട്ട് വന്നാട്ടെ. പ്രാർത്ഥിക്കാം. ജീവന്റെ നാഥനായ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ജീവനായും ജീവിതത്തിനായും ഇന്നയോളം ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന അവസരങ്ങൾക്കായും പൊന്നുനാമത്തിന് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് വിശുദ്ധ കുർബാന മധ്യേ തങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും പുതു നന്മകൾ അനുഭവിച്ച് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് പദവി കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി തിരുമുഖത്തേക്ക് നോക്കി നന്ദി കരയേറ്റുവാൻ അവസരം തന്നല്ലോ കർത്താവേ. യഹോവ ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞങ്ങൾ എന്തു പകരം ചെയ്യും? ഞങ്ങൾ രക്ഷയുടെ പാനപാത്രം ഉയർത്തി യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന് സമൂഹമധ്യേ അങ്ങയെ സാക്ഷിക്കുവാൻ തിരുമുമ്പിൽ മുട്ടുമടക്കി നന്ദി കരയേറ്റുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വ്യക്തികളായി കുടുംബങ്ങളായി നടത്തിയ കർത്താവേ, ഇനിയും നടത്തുവാൻ അവിടുന്ന് ശക്തനാകയാൽ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തികളും കുടുംബങ്ങളും ഒരുപോലെ ദൈവകൃപയുടെ തണലിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം തന്ന നന്മകൾക്ക് നന്ദി കരയേറ്റുവാൻ അവരെയും ഞങ്ങളെയും എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് വരുവാൻ സാധിക്കാതെ പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് അവരെ ഉള്ളം കരങ്ങളിൽ വഹിക്കണമേ. ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. തിരുനാമം ഞങ്ങളുടെ മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസം ക്ഷീണിക്കും നീ സഹായിക്കാം. സംഗീതങ്ങളിലെ 48ാമത്തെ പാട്ട് പാടും. ആ സമയത്തെ സ്തോത്ര കാഴ്ച ശേഖരിക്കുന്ന അത്രേ.
കാശിട്ട വിധവയെ മാനിച്ചവൻ കരുണാമയൻ. രണ്ടു കാശിട്ട വിധവയെ മാനിച്ചവൻ കരുണാമയൻ. ഇല്ലായ്മയിൽ നിന്നും നൽകുന്ന ദാനങ്ങൾ സ്വർഗ നിക്ഷേപമായുയരും. ഇല്ലായ്മയിൽ നിന്നും നൽകുന്ന ദാനങ്ങൾ സ്വർഗ നിക്ഷേപമായുയരും. ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്തിടും. കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്തിടും. അമർത്തിക്കുലുക്കി നിറഞ്ഞു കവിയും അനുഗ്രഹം ദൈവമേകിടും. അമർത്തിക്കുലുക്കി നിറഞ്ഞു കവിയും അനുഗ്രഹം ദൈവമേകിടും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. ഹൃദയഭാര ചുമടു താങ്ങും യാഹൻ സങ്കേതമേ. ഹൃദയഭാര ചുമടു താങ്ങും യാഹൻ സങ്കേതമേ. സകല കൃപയും നിറയ്ക്കുവാന് ദൈവം സർവശക്തനേ. സകല കൃപയും നിറയ്ക്കുവാന് ദൈവം സർവശക്തനേ. രണ്ടു കാശിട്ട വിധവയെ മാനിച്ചവൻ കരുണാമയൻ. രണ്ടു കാശിട്ട വിധവയെ മാനിച്ചവൻ കരുണാമയൻ. ഇല്ലായ്മയിൽ നിന്നും നൽകുന്ന ദാനങ്ങൾ സ്വർഗ നിക്ഷേപമായുയരും. ഇല്ലായ്മയിൽ നിന്നും നൽകുന്ന ദാനങ്ങൾ സ്വർഗ നിക്ഷേപമായുയരും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. ദൈവമായ കർത്താവെ, ലോകമെമ്പാടും തിരുജനം നിന്നെ ആരാധിക്കുന്ന ഈ ദിനം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആലയത്തിൽ കൂടി തിരുമുഖത്തേക്ക് നോക്കി ആരാധിക്കുവാൻ തന്ന അവസരത്തിനായും ഭാഗ്യത്തിനായും പദവിക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ് ഞങ്ങൾ പ്രാപിച്ചതെല്ലാം നിന്റെ ദാനവും നിന്റെ അനുഗ്രഹമാണ്, അല്ലാതെ ഒന്നുമില്ല. കർത്താവ്, ഞങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന വകയിൽ നിന്നിവിടെ സമർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ, കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അടയാളമായ കാഴ്ചകളെ സ്വീകരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും വാഴ്ത്തുകയും തിരുനാമ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യണമേ. കണക്ക് പറയാതെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ശുശ്രൂഷ തുടർന്നും കൂടെ ഇരിക്കണേ, എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് വാഴ്ത്തണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, തിരുവചനത്തിനായിട്ടും അതിലൂടെ തരുന്ന ആലോചനകൾക്കായിട്ടൊക്കെ സ്തോത്രം. ഞങ്ങൾ വചനത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. ഇന്ന് സുവിശേഷ ഭാഗമായി വായിച്ചത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ ഒരുപാട് പ്രത്യക്ഷതകൾ നമ്മൾ സുവിശേഷങ്ങളിൽ പല ഭാഗത്തായിട്ട് വായിക്കുന്നുണ്ട്. ഉയർപ്പിന് ശേഷമുള്ള പ്രത്യക്ഷതകൾ തന്നെ.
അത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു, അതുപോലെ തന്നെ മറിയയ്ക്ക് പ്രത്യക്ഷനാകുന്നു. അങ്ങനെ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടുത്തെ ഈ പ്രത്യക്ഷതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് പുതു ഞായറാഴ്ചയായി സഭ വേർതിരിച്ചിരിക്കുകയാണ്. പുതു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഈസ്റ്റർ ഉയർപ്പ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വായിച്ച ഭാഗത്തെ പ്രത്യക്ഷതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരിങ്ങനെ പേടിച്ച് വാതിലൊക്കെ അടച്ച് ഒരിടത്ത് കൂടിയിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരിക്കുന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തോമസ് തിരികെ വന്നപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഇങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റു, ഞങ്ങളെ വന്ന് കണ്ടു, ഞങ്ങളോട് വർത്തമാനമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തോമസ് പറഞ്ഞു, എനിക്കും അവനെ ഒന്ന് കാണണം. നിങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് വിശ്വസിക്കുവാനായിട്ട് സാധ്യമല്ല. എനിക്ക് അവനെ നേരിട്ടൊന്ന് കാണുകയും അവൻ്റെ മുറിപ്പാടുകളിൽ ഒന്ന് തൊട്ടു നോക്കുകയോ അത് പരിശോധിച്ചറിയുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന തോമസിനെയാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗത്തെല്ലാം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാണ് ശിഷ്യന്മാരെ കർത്താവ് അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സകല ഭയവും അകറ്റി നമുക്ക് സമാധാനവും ആശ്വാസവും തരുന്ന കർത്താവാണ്. നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ ഇരിക്കുന്ന കർത്താവാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചല്ലോ, ഗലീലായിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുമെന്ന് പറഞ്ഞ കർത്താവ്. ഗലീലായുടെ അനുഭവങ്ങളിൽ, കഴിഞ്ഞ ആഴ്ച നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഗലീല അനുഭവങ്ങൾ, വീഞ്ഞു തീർന്നതായിരിക്കുന്ന ഇടം, ആർക്കും വേണ്ട എന്ന് തോന്നുന്ന ഇടം, ആരും വിശ്വസിക്കാതെ തിരസ്കരിക്കപ്പെടുന്ന ഇടം, ഇങ്ങനെയൊക്കെയുള്ള ഇടമാണ് ഗലീല അനുഭവം എന്ന് നമ്മളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് അവിടെയൊക്കെ കർത്താവിനെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നു, ശക്തനായവൻ്റെ സാന്നിധ്യം ഭയം അകറ്റി നമ്മളെ നിർഭയമായി വസിക്കുവാൻ സഹായിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവിൻ്റെ സാന്നിധ്യം, ഉയർത്തേണ്ട കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. ആശയറ്റവരുടെ വലിയ ആശയാണ് നമ്മുടെ കർത്താവെന്ന് നമുക്കറിയാം. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളതൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ തോമസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് അവനെ ഒന്ന് കാണണം, കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങളുടെ വാക്കുകൊണ്ടല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഈ പലരും പ്രസംഗിക്കുമ്പോൾ അവിശ്വാസിയാണ് തോമസ്, ശരിയല്ല, അവൻ്റെ വിശ്വാസം ശരിയല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്നാൽ ഇവിടെ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു പ്രധാനപ്പെട്ട ചിന്ത, അദ്ദേഹത്തിൻ്റെ അവിശ്വാസത്തെക്കാളോ അല്ലെ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് എനിക്ക് കർത്താവിനെ നേരിട്ടൊന്ന് കാണണം എന്നുള്ള വലിയ ഒരു ആഗ്രഹം, വ്യക്തിപരമായി കർത്താവുമായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടാകണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് ഇവിടെ തോമസ് പ്രകടിപ്പിക്കുന്നത്. നമ്മളൊക്കെ ഒരുപക്ഷേ നമ്മുടെ പൂർവ്വമാതാപിതാക്കളെ കുറിച്ചൊക്കെ ഒരുപാടൊക്കെ അഭിമാനം കൊള്ളുന്നവരും അവരെ ഇങ്ങനെ പ്രശംസിച്ച് പറയുന്നവരും, ഞങ്ങൾ ഇന്ന കുടുംബത്തിലെയാണ്, ഞങ്ങളുടെ മാതാപിതാക്കളല്ലേ, വല്യപ്പനും വല്യമ്മയും പള്ളിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച് അവരാണ് ഈ പള്ളിയൊക്കെ പണിത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവരെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് ഈ കർത്താവ് നമുക്കാരാണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിത അനുഭവത്തിൽ ഈ കർത്താവ് നമുക്കാരാണ്? നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈ കർത്താവ് നമുക്കാരാണ്? അതുകൊണ്ട് വല്ലവരുടെയും വിശ്വാസത്തിൽ ഊറ്റം കൊള്ളാനായിട്ടല്ല, പിന്നെയോ നാം വിശ്വസിക്കുവാനും കർത്താവിൽ ആശ്രയിക്കുവാനും കർത്താവിൽ ശരണപ്പെടുവാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കണം. വ്യക്തിപരമായി കർത്താവുമാരുടെ അനുഭവത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നാം കർത്താവിൻ്റെ മക്കളാണെന്നും സാക്ഷികളാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇവിടെ കർത്താവ് പറയുന്നു, തോമസേ, നിൻ്റെ കൈയും നിൻ്റെ കാലും ഒക്കെ ഇങ്ങോട്ടൊന്ന് ഇട്ട്, എൻ്റെ കൈയും കാലും ഒക്കെ നീ ഒന്ന് കാണ് എന്നൊക്കെ പറയുമ്പോൾ തോമസിന് ഒന്നും വേണ്ട. തോമസിന് കാണുകയും വേണ്ട, തൊടുകയും വേണ്ട, ഒന്നും വേണ്ട. തോമസ് പറയുന്നു, നീ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, നീ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ്. ആ ഒരു ആഴമുള്ള വിശ്വാസത്തിലേക്ക് വരാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും നീയാണ്. എനിക്കിവിടെ ഒരുപാട് കർത്താക്കന്മാരും ഒരുപാട് ദൈവങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു ആരാധന മധ്യയുള്ള ഒരു സദറ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താക്കന്മാരുടെ കർത്താവും ദൈവങ്ങളുടെ ദൈവവും എന്നൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥന ആരംഭിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കർത്താക്കന്മാരുണ്ട്. നമ്മുടെ മേൽ അധികാരം നടത്തുന്ന ഒരുപാട് കർത്താക്കന്മാർ, വലുതായി നാം കാണുന്ന ഒരുപാട് ദൈവങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഈ ക്രിസ്തു നമുക്കാരാണ്? കർത്താവിനെ എല്ലാമായിട്ട് കാണുവാനും കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാനും വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവുമായുള്ള അനുഭവത്തിൽ ജീവിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. കർത്താവ് പറയുന്നു, തോമസ്, നീ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, കാണാതെ വിശ്വസിച്ചവരാണ് ഭാഗ്യവാന്മാർ. ആരാണ് ഈ കാണാതെ വിശ്വസിച്ചവർ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പ്രിയമുള്ളവരെ, നമ്മളാണ് കാണാതെ വിശ്വസിച്ചവർ. നമ്മൾ ഭാഗ്യമാണ്. നമ്മളാരും കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ല. നമുക്ക് കർത്താവിനെ നേരിട്ട് കാണാനായിട്ടും പറ്റുമെന്ന് തോന്നുന്നില്ല.
എന്നാൽ നമ്മൾ കർത്താവിനെ പല രീതിയിൽ പല മുഖാന്തരങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ആ ഒരു ഭാഗ്യാവസ്ഥ പ്രാപിച്ചവരാണ് നമ്മൾ. വിശ്വസിക്കുന്നു എങ്കിൽ, കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, കർത്താവിൽ ശരണപ്പെടുന്നുവെങ്കിൽ ആ ഒരു ഭാഗ്യാവസ്ഥയിൽ വന്നു ചേർന്നവരാണ് നാം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവിനെ കാണാതെ തന്നെ കർത്താവിൽ വിശ്വസിക്കുവാനും കർത്താവിൽ ആശ്രയിക്കുവാനും കർത്താവിനോടുകൂടെ ജീവിക്കാനായിട്ടും ഈ പുതു ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ആ ഒരു ജീവിത അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. മുമ്പ് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കൊച്ചു കഥകളോടൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ആവർത്തന വിരസത തോന്നുന്നുവെങ്കിൽ സാരമില്ല, നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നാൽ മതി. അപ്പോൾ ചിലപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്ന് വരാം. നിങ്ങൾ എന്നെ എൻ്റെ വഴിക്ക് വിടുക. ഞാനിവിടെ നിൽക്കുന്നത് ഒരുപാട് പലതരത്തിലുള്ള വികാരങ്ങൾ കൂടെയൊക്കെയാണ്. നിങ്ങൾ അതിനകത്ത് കേൾക്കാവുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് ഇരുന്നാൽ മതിയാകും എന്ന് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു കഥയാണ് 2 മൺകുടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു കർഷകൻ, അദ്ദേഹം തൻ്റെ കൃഷിയിടത്തിൽ കൃഷി ഇറക്കുകയാണ്. കൃഷിയൊക്കെ ഇറക്കിയതിന് ശേഷം അദ്ദേഹം 2 മൺകുടങ്ങളിലായിട്ട് വെള്ളം കൊണ്ടുവന്ന്, കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഈ കൃഷിയിടങ്ങൾ നനയ്ക്കും. അപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ട്, ഈ ഒരു കാലത്ത് തമിഴ്നാട്ടുകാർ ധാരാളം പേര് നമ്മുടെ നാട്ടിൽ പണിക്ക് വന്നിരുന്നു. അന്ന് ഈ വാർക്കപ്പണിക്കും മേസ്തിരി പണിക്കും ഒക്കെ അവരാണ് വരുന്നത്. അവരുടെ കൂടെ വരുന്നതായിരിക്കുന്ന ആളുകൾ ഒരു നീളമുള്ള ദണ്ടിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ പാത്രങ്ങൾ വെച്ച് കെട്ടി 2 പാത്രത്തിലും വെള്ളം നിറച്ചിട്ട് അത് തോളിൽ വെച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മുടെ ആളുകളൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവരൊരു പാത്രം തന്നെ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ 2 പാത്രത്തിൽ എന്തെങ്കിലും 2 പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നീളമുള്ള ദണ്ടിൽ ഒരു കമ്പിൽ അത് കെട്ടി അത് അവരുടെ തോളത്ത് വെച്ചുകൊണ്ട് വരും. അപ്പോൾ 2 സൈഡിലും ഓരോ വെള്ളം നിറഞ്ഞ പാത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. ഇയാളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 2 പാത്രങ്ങളിൽ വെള്ളവുമായിട്ട് അയാൾ വരികയാണ്. ഒരു പാത്രത്തിന് 1-2 ഓട്ടയുണ്ട്. അതുകൊണ്ട് ഈ കൃഷിയിടത്തിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു പാത്രത്തിലെ വെള്ളം മുക്കാലും അങ്ങ് തീരും. എന്നാൽ മറ്റേ പാത്രത്തിൽ മുഴുവൻ വെള്ളവുമുണ്ട്. ഒരു ദിവസം ഈ കുടം പൊട്ടിയ കുടം, കിഴിഞ്ഞ കുടം യജമാനോട് പറയുകയാണ്, യജമാനെ, എന്നെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? എന്നെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? എന്നെ ചുമ്മിയിട്ട് എന്താണ് കാര്യം? വരുമ്പോഴത്തേക്ക് വെള്ളം മുഴുവൻ തീർന്നു പോകുന്നില്ലേ? മറ്റേ കുടത്തെ നോക്ക്, നിറച്ച് വെള്ളവുമായിട്ട് വരുന്നു. അങ്ങനെ ഒരു കുടം കൂടെ വാങ്ങിക്കൂടായോ? അപ്പോൾ ആ തോട്ടക്കാരൻ, ആ കർഷകൻ ആ കുടത്തോട് പറയുകയാണ്, നീ ഒന്ന് തിരിഞ്ഞു നോക്കുക. നീ വന്ന വഴിയിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കുക. മറ്റേ കുടം വന്ന വഴിയിൽ ഊഷരമാണ്, അവിടെയെങ്ങും ഒന്നുമില്ല, ഒരു പുല്ല് പോലും അവിടെയെങ്ങും കിളുത്തിട്ടില്ല. എന്നാൽ നീ വന്ന വഴിയൊന്ന് നോക്കുക, അവിടെ ഇതാ പൂക്കൾ, ചെടികൾ പുഷ്പിച്ച് നിൽക്കുന്നു. അവിടെ നല്ല മനോഹരമായ പൂന്തോട്ടമുണ്ട് ആ ഒരു സൈഡിൽ. കാരണം നിന്നിൽ നിന്ന് ഇറ്റിറ്റ് വീണതായിരിക്കുന്ന വെള്ളമാണ് അവിടെ ആ ചെടികൾ വളരാനായിട്ടും അത് പുഷ്പിക്കുവാനായിട്ടൊക്കെ ഇടയായി തീർന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഞങ്ങളൊക്കെ ചിന്നിയ കുടങ്ങളാണ്, കിഴിഞ്ഞ പാത്രങ്ങളാണ്, ആർക്കും ഒരു ഗുണവുമില്ല, ആർക്കും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എന്താ ചെയ്യുക? കർത്താവേ, എന്തിനാ എന്നെ എങ്ങനെ ഇട്ടിരിക്കുന്നത്? ഒരുപാട് പേര് പറയാറുണ്ട്, എന്നോട് പറയാറുണ്ട്, അച്ഛൻ മരിക്കാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ ഓർക്കണം, നാം കടന്നു പോകുന്ന വഴികളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നാം കടന്നു പോകുന്ന വഴികളിൽ ആളുകൾക്ക് സൗന്ദര്യവും സൗരഭ്യവും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പൊട്ടിയ കുടങ്ങളായിരിക്കാം, ചിന്നിയ കുടങ്ങളായിരിക്കാം, അതിനെ കൊണ്ടും കർഷകന് ആവശ്യമുണ്ട്. അതുകൊണ്ട് പൊട്ടിയ കുടങ്ങളായിട്ടോ ചിന്നിയ കുടങ്ങളായിട്ടോ നമുക്ക് നമ്മെ തന്നെ തോന്നുന്നുവെങ്കിൽ അത് പ്രയോജനകരമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു പക്ഷി ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നത് അതിൻ്റെ പാട്ടുകൊണ്ടാണ്. ഇപ്പോൾ വെളുപ്പിനെ ഞങ്ങളുടെ പാഴ്സനേജിൻ്റെ അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഒരു കിളി ഒരു 4:30 കഴിയുമ്പോൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും. വലിയ ശബ്ദത്തിലാണത് ചിലയ്ക്കുന്നത്. ഞാൻ പലപ്പോഴും ഇറങ്ങി നോക്കിയിട്ടുണ്ട് കാണാൻ, പക്ഷേ ഇതുവരെ അതിനെ കാണാൻ പറ്റില്ല. വേഴാമ്പലാണെന്ന് എൻ്റെ വിചാരം. ശബ്ദം കേട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഒരു പക്ഷി ജീവിച്ചിരിക്കുന്നറിയുന്നത് അതിൻ്റെ പാട്ടുകൊണ്ടാണ്. കുറേ കഴിയുമ്പോൾ ആ പക്ഷി ഇല്ലാതാകും, പാട്ട് കേൾക്കാനില്ല. അപ്പോഴാണ് അവിടങ്ങളിലായിട്ട് പൊഴിഞ്ഞു കിടക്കുന്ന തൂവലുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പറയും, ഇവിടെ പണ്ടൊരു പക്ഷി ജീവിച്ചിരുന്നു, അത് സുന്ദരമായിട്ട് പാടിയിരുന്നു, അതിൻ്റെ തൂവലുകളാണ് ഈ പൊഴിഞ്ഞു കിടക്കുന്നത് എന്ന് പറയും. കുറേ കഴിയുമ്പോൾ ആ തൂവലൊക്കെ അങ്ങ് മണ്ണിനോട് ചേരും. എന്നാൽ അതിട്ടതായിരിക്കുന്ന മുട്ടകൾ അവിടങ്ങളിലായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ചെറിയ പക്ഷികൾ അതിനകത്തുനിന്ന് ഉണ്ടായി വന്നിട്ടുണ്ട്. ആ പക്ഷികളാണ് പിന്നെ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇവിടെ ജീവിച്ച് ഇവിടുന്ന് കളമൊഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ
ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവമുള്ളവരായി ഈ ദേശത്തെ പാർക്കാനായിട്ട്, ഇടവകയിൽ ആരാധിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ചിന്നിയ കുടങ്ങളാണ്, പൊട്ടിയ കുടങ്ങളാണെന്നൊക്കെ തോന്നുമ്പോൾ ഓർക്കണം, കർത്താവിനെ എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, പ്രയോജനകരമായി എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ് ഓഫ് അസീസി ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്കൊരു പ്രസംഗത്തിനായിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ആൾ ഒരു പ്രസംഗം വളരെ കഷ്ടപ്പെട്ട് സമയമെടുത്ത് നല്ലൊരു പ്രസംഗമൊക്കെ ഉണ്ടാക്കി. ന്യായമായിട്ടും എന്നോടായിരിക്കും ഫ്രാൻസിസ് പ്രസംഗിക്കാനായിട്ട് ആവശ്യപ്പെടുക. അദ്ദേഹം പ്രസംഗമൊക്കെ തയ്യാറാക്കി അതുമൊക്കെ ആയിട്ട് രാവിലെ അദ്ദേഹം ഇറങ്ങി പോവുകയാണ്. ഇവരിറങ്ങി ഒന്നിച്ച് പോവുകയാണ്. അവർ ആ തെരുവിലൂടെയൊക്കെ നടന്നു, ചന്തയിൽ കൂടെയൊക്കെ നടന്നു, ഒരുപാടിടത്തൂടെ അവർ യാത്ര ചെയ്തു. സന്ധ്യയായപ്പോൾ അവർ മടങ്ങി വന്നപ്പോൾ ഈ പ്രസംഗം തയ്യാറാക്കിയ ആളിനൊരു വലിയ ബുദ്ധിമുട്ട്. അയാൾ വിചാരിച്ച് എന്ത് വെറുതെ കഷ്ടപ്പെട്ടല്ലോ. അദ്ദേഹം സന്ധ്യയിൽ ചോദിച്ചു, അല്ലയോ ഗുരു, നമ്മളെങ്ങും പ്രസംഗിച്ചില്ലല്ലോ, ഇന്നലെ എന്താണ് ഗുരു പറഞ്ഞത്, പ്രസംഗിക്കാൻ പോകണമെന്നല്ലേ? അപ്പോൾ ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞു, നമ്മുടെ സഞ്ചാരം, നമ്മുടെ യാത്രയായിരുന്നു നമ്മുടെ പ്രസംഗം, നമ്മുടെ യാത്രയായിരുന്നു നമ്മുടെ പ്രസംഗം. സഞ്ചരിക്കുന്ന പ്രസംഗങ്ങളായി തീരാനായിട്ട് നമുക്ക് സാധിക്കണം. സഞ്ചരിക്കുന്ന, യാത്ര ചെയ്യുന്ന പ്രസംഗങ്ങളായി തീരാൻ, എവിടെ ചെന്നാലും അവിടെ ഒരു പ്രസംഗമായി തീരാനായിട്ട്. എന്ത് പ്രസംഗം? സുവിശേഷ പ്രസംഗമായി തീരാൻ, കർത്താവ് കാണിച്ച മൂല്യങ്ങളെ പ്രഘോഷിക്കുന്നവരായിട്ട്, കർത്താവ് കാണിച്ച ജീവിതാനുഭവങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്നവരായി തീരാൻ സാധിക്കണം. അത് കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. പത്രോസ് 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നവനാണ്, ചേർന്ന് നടന്നവനാണ്. പോയിടത്തെല്ലാം പത്രോസിനെ കൂടെ കർത്താവ് കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് കർത്താവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. പത്രോസും ഓടിപ്പോയിട്ട് കറങ്ങിത്തിരിഞ്ഞ് ആ മണ്ഡപത്തിൻ്റെ ഏറ്റവും വെളിയിൽ വന്ന് വാതിൽക്ക് നിൽക്കുകയാണ്, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണാനായിട്ട്. അപ്പോൾ വേലക്കാരത്തി വന്നിട്ട് പറഞ്ഞു, നീ ആ മനുഷ്യൻ്റെ കൂടെ ഉള്ളവനല്ലേ? അവൻ ഇല്ല, ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല, ഇപ്പോൾ കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ വേറെ 2 പേര് വന്ന് ചോദിച്ചു, നീ അവൻ്റെ കൂടെയല്ലേ, നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ? അവൻ പറഞ്ഞു, അല്ലല്ല, ഞാൻ ഇതുവരെ അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു, ഇപ്പോൾ കാണാനായിട്ട് വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞു. മൂന്നാമത് അവരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, നീ വെറുതെ കള്ളം പറയരുത്, നീ കള്ളം പറയരുത്, നിശ്ചയമായിട്ട് നീ അവൻ്റെ കൂടെയുള്ളവനാണ്. കാരണം നിൻ്റെ ഉച്ചാരണവും നിൻ്റെ സംസാരവും അതേ വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉച്ചാരണവും സംസാരവും നാം ക്രിസ്തുവിനോടൊപ്പം ഉള്ളവരാണെന്ന് വെളിവാക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നടപ്പ് പ്രസംഗങ്ങളായിട്ട്, നടക്കുന്ന പ്രസംഗങ്ങളായി തീരാൻ, സഞ്ചരിക്കുന്ന പ്രസംഗങ്ങളായി തീരാൻ, വീട്ടിലും നാട്ടിലും പള്ളിയിലും ചുറ്റുപാടും ഒക്കെ അങ്ങനെ ആയിത്തീരാനായിട്ട് സാധിക്കണം. നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവർ, ഇവർ ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിച്ച നന്നായി, ഇവരുടെ അടുത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയത് നന്നായി എന്ന് അവർ പറയാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ടൊരു കഥ കൂടെ പറയട്ടെ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഒരു കഥയാണ്, അതുകൂടെ ആവർത്തിക്കുകയാണ്. അഗ്നിഹോത്രിയും പാക്കനാരും 2 പേരും പറയിവെറ്റ പന്തിരുകുലത്തിൽപ്പെട്ട 2 ആളുകളാണ്. നമുക്കറിയാം, നമ്മൾ ആ കുട്ടികളൊക്കെ അത് പഠിച്ചിട്ടുണ്ടല്ലോ. ഓരോരുത്തരാണ് എടുത്തു വളർത്തുന്നത്, ഓരോ ജാതിയിലും കുലത്തിലുമൊക്കെ പെട്ടവരാണ് എടുത്തു വളർത്തുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നാരായണ ഭ്രാന്തൻ എന്നൊക്കെ പറയുന്നത്. അഗ്നിഹോത്രിയെ എടുത്തു വളർത്തിയത് ഒരു ബ്രാഹ്മണ കുടുംബമാണ്, എന്നാൽ പാക്കനാരെ എടുത്തു വളർത്തിയത് ചണ്ടാള കുടുംബമാണ്. അപ്പോൾ എങ്ങനെയോ ഇവർ തമ്മിൽ മനസ്സിലാക്കി, തമ്മിൽ തിരിച്ചറിഞ്ഞു. അപ്പോൾ അഗ്നിഹോത്രി കുടുംബമായിട്ട് താമസിക്കുകയാണ്. നല്ലൊരു ഇല്ലത്ത് അദ്ദേഹം പാർക്കുകയാണ്. എന്നാൽ ഈ പാക്കനാരൊരു ചണ്ടാളനായിട്ട് അങ്ങനെ അദ്ദേഹവും ഇങ്ങനെ എവിടെയൊക്കെയോ താമസിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ അഗ്നിഹോത്രിയെ, ചേട്ടനെ കാണാനായിട്ട് അനിയൻ വരും. അപ്പം അനിയൻ വരുമ്പം തന്നെ ചേട്ടത്തിയമ്മയ്ക്ക് മനസ്സിലാകും എന്തിനാണ് ഇയാൾ വരുന്നതെന്ന്. ഇയാൾ വരുന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്, എന്തെങ്കിലും കഴിക്കാൻ വിശക്കുമ്പോഴാണ് ഈ വരുന്നത്. അപ്പോൾ അവർ ഭക്ഷണം വിളമ്പി വെളിയിൽ കൊടുക്കും, ഇളംതിണ്ണയെ കൊടുക്കും, അടുക്കളയുടെ അവിടെ ഇരുന്ന് അയാൾ കഴിച്ചിട്ട് അയാൾ അങ്ങ് പോകും. ചേട്ടനുണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ കാണത്തിൽ അയാൾ അങ്ങനെ അങ്ങ് പോകും. ഒരു ദിവസം അയാൾ വന്നപ്പോൾ ചേട്ടൻ അവിടെ ഇല്ല, ചേട്ടത്തി മാത്രമേ ഉള്ളൂ. അവർക്ക് മനസ്സിലായി. അവരെ ഭക്ഷണമെല്ലാം കൂടെ വിളമ്പി അയാളുടെ മുന്നേ കൊണ്ട് കൊടുത്തു, കഴിക്കാൻ പറഞ്ഞു. അയാൾ കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ചോദിച്ചു, എന്താ പോകുന്നില്ലേ? അപ്പോൾ പറഞ്ഞു, അവർ വിചാരിച്ച് ചേട്ടനെ കാണാനിരിക്കുക. അപ്പോൾ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, വയറ് നിറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ കഥയ്ക്കകത്ത് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ അവർ ഈ പാക്കനാരുടെ മുമ്പിൽ വിളമ്പി, അവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിളമ്പി കിട്ടും. ഇയാൾ പോകുന്നില്ല. ഇയാൾ പറയുന്നു, എനിക്ക് നിറഞ്ഞില്ല, വിശക്കുന്നു. അവിടുന്ന് സകല സാധനങ്ങളും അരി ഉൾപ്പെടെ മുഴുവൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ കയറി വരുന്നത്. ചേട്ടനെ കണ്ടപ്പോൾ അനിയൻ വാവിട്ട് നിലവിളിക്കുകയാണ്. ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? എനിക്കൊന്നും തന്നില്ലേ? അപ്പോൾ ഒരുപാട് തന്നു, പക്ഷേ എനിക്ക് വിശക്കുന്നു, എൻ്റെ വിശപ്പ് അടങ്ങിയിട്ടില്ല, എനിക്ക് ഒരുപാട് തന്നു, എൻ്റെ വിശപ്പ് അടങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ്. അയാൾ ചേട്ടൻ അനിയൻ്റെ അടുത്തിരുന്ന് എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ലേടി, ഒന്നുമില്ല, എല്ലാം തീർന്നു, മുഴുവൻ കൊടുത്തു, ഇവ മുഴുവൻ തിന്നിട്ടിരിക്കുകയാണ്.
നീ ആ കഞ്ഞി വെച്ച കലം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ കഞ്ഞി വെച്ച കലം എടുത്തുകൊണ്ട് വന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു മണി ചോറ് അതിൻ്റെ വക്കത്തിരിപ്പുണ്ട്. ഈ ചേട്ടന് തൻ്റെ വിരൽ കൊണ്ട് തോണ്ടി എടുത്തിട്ട് അനിയൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അനിയൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് തൃപ്തിയായി, എനിക്ക് എൻ്റെ വിശപ്പടങ്ങി, എനിക്ക് നിറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹത്തോടു കൂടിയ ഒരു ദാനം, സ്നേഹത്തോടു കൂടിയ ഒരു സ്പർശനം, സ്നേഹത്തോടു കൂടിയ ഒരു വാക്ക് മറ്റുള്ളവർക്ക് തൃപ്തിയും സമാധാനവും നൽകാൻ മതിയായതാണ്. മറ്റുള്ളവരുടെ വിശപ്പടങ്ങാൻ മതിയായതാണ്. നമ്മുടെ പത്തായത്തിലെ മുഴുവൻ കാര്യങ്ങളും ഒരുപക്ഷെ ആർക്കും വിശപ്പടക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സ്നേഹത്തോടു കൂടിയ ഒരു സ്പർശനം, സ്നേഹത്തോടു കൂടിയ ഒരു വാക്ക്, ഒരു ഇടപെടൽ, ഒരു നോട്ടം, ഒരു സന്ദർശനം, അത് മതി മറ്റുള്ളവരുടെ വിശപ്പടക്കാനായിട്ട്. വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മളോട് ആരും ആവശ്യപ്പെടാറില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഒരിക്കലൊരു പട്ടാള ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ചുള്ളൊരു കഥയാണ്. അപ്പോൾ അവിടെ അത് ഞാൻ പള്ളിയിൽ പറഞ്ഞതാണ്. അവിടെ എല്ലാ ദിവസവും രാവിലെ കുറേ ആളുകളെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ ഒരു ദിവസം രാവിലെ വെടിവെച്ച് കൊല്ലാനുള്ളവരെ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കണം, ലൈനായിട്ട് നിൽക്കുകയാണ്. ഓരോരുത്തരകത്ത് കയറും, ഒരു വെടി ശബ്ദം കേൾക്കാം, ഒരു അയ്യോ കേൾക്കാം, പിന്നെ ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ ഓരോരുത്തരിങ്ങനെ വെടിവെച്ച് അതിനകത്ത് കൊല്ലുകയാണ്. വെടിവെച്ച് കൊല്ലുന്നൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ കുറേ പേരിങ്ങനെ നിൽക്കുകയാണ്. കൂടുതൽ കൊച്ചു കുട്ടിയുണ്ട്, അവനും തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടതാണ്. അവൻ്റെ മുമ്പിൽ ഒരു വലിയ മനുഷ്യനാണ് നിൽക്കുന്നത്. അകത്തിങ്ങനെ ഓരോരുത്തർ കയറുന്നു, വെടിവെക്കുന്നു, ഒരു നിലവിളി കേൾക്കുന്നു, പിന്നൊന്നുമില്ല. ഈ കൊച്ചൻ ആ മുമ്പ് നിന്ന് വലിയ മനുഷ്യൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് തോണ്ടി ചെറുതായിട്ട്. അയാൾ തിരിഞ്ഞു നോക്കി, എന്നിട്ട് ആൾ പിന്നെ മുന്നോട്ട് നോക്കി നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഈ കൊച്ചൻ അയാളുടെ പുറത്തൊന്ന് തോണ്ടി. അപ്പോൾ ദേഷ്യത്തിൽ വെച്ച്, എന്താടാ നിൻ്റെ സമയമായില്ല, എൻ്റെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, നിൻ്റെ മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു പ്രാവശ്യം കൂടി ആ കുട്ടി അയാളുടെ തോളത്തെ തോണ്ടി. അപ്പോൾ അയാൾ തിരിഞ്ഞു ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഞാൻ ആ വിരലിൽ ഒന്ന് പിടിച്ച് ഇച്ചിരി നേരം നിന്നോട്ടെ, ഞാൻ ആ വിരലിൽ ഒന്ന് പിടിച്ച് ശകലം നേരം നിന്നോട്ടെ. ഇതാ ഞാൻ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങളൊന്നും ആരും നമ്മോട് ആവശ്യപ്പെടുന്നില്ല. വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്ത് സ്നേഹത്തോടെ ചെയ്ത് മറ്റുള്ളവർക്ക് സംതൃപ്തി നൽകാനായിട്ട്, മറ്റുള്ളവർക്ക് അനുഗ്രഹം ആശംസിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹത്തോടു കൂടിയ ദാനവും സ്പർശനവും ഒക്കെ മറ്റുള്ളവരുടെ വിശപ്പടക്കാൻ മതിയായതാണ്. ഒരെണ്ണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു യുവ പട്ടാളക്കാരൻ്റെ കഥയാണ്. ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു. മാസങ്ങൾ മാത്രമേ ഒരുമിച്ച് താമസിച്ചുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് വീട്. മാസങ്ങൾ താമസിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പെട്ടപ്പോൾ നാട്ടിലെ ചെറുപ്പക്കാരെ എല്ലാം നിർബന്ധ സൈനിക സേവനത്തിനായിട്ട് വിളിച്ചു. ഇവനും പോകേണ്ടതായിട്ട് വന്നു. 4 മാസം മാത്രം ഒരുമിച്ച് താമസിച്ച ഭാര്യയോട് അയാൾ പറഞ്ഞു, ഞാൻ പട്ടാളത്തിൽ പോവുകയാണ്, യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരത്തുള്ളൂ. യുദ്ധം കഴിയുമ്പോൾ അതിരാവിലെ ഇതിലൂടെ പോകുന്ന ട്രെയിനിൽ ഞാൻ ഈ സ്റ്റേഷനിൽ വന്നിറങ്ങും, നീ അവിടെ ഉണ്ടാകണം, നിന്നെ അവിടെ കാണണം എന്ന് പറഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. യുദ്ധം അവസാനിച്ചതായിട്ട് വാർത്ത വന്നു. പോയവർ ഒത്തിരി പേര് തിരിച്ചു വന്നു, പലരും തിരിച്ചു വന്നിട്ടില്ല. ഈ ചെറുപ്പക്കാരനും തിരിച്ചു വന്നില്ല. ഈ സ്ത്രീ എല്ലാ ദിവസവും രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും. ട്രെയിൻ വരേണ്ട സമയമാകുമ്പോൾ അവിടെ നിന്നിട്ട് ട്രെയിൻ പോയി കഴിയുമ്പോൾ തിരികെ പോകും, വീട്ടിൽ പോകും. അടുത്ത ദിവസം പിന്നെയും വരും. മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. സ്ത്രീയെ ഒരു വയോധികയായി. അന്നും എല്ലാ ദിവസവും അവർ വരും. അവരവസാനം വീൽ ചെയറിൽ വരാൻ തുടങ്ങി. വീൽ ചെയറിൽ വന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കും. ട്രെയിൻ പോയി കഴിയുമ്പോൾ അവരെ പോകും. ഒരു ദിവസം റെയിൽവേ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ കണ്ടു, വീൽ ചെയറിൽ ആ സ്ത്രീ മരിച്ചിരിക്കും. അവരാ സ്ത്രീയെ എടുത്ത് അവിടെ കിടത്തി. കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. നോക്കിയപ്പോൾ ഒരു പേപ്പർ കഷ്ണമുണ്ട് കൈക്കകത്ത്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കും, ഇന്ന് വരെ ഞാൻ നിങ്ങളോട് വിശ്വസ്തയായിരുന്നു. ഇന്ന് വരെ ഞാൻ നിങ്ങളോട് വിശ്വസ്തയായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനോടും മറ്റുള്ളവരോടും സഭയോടും എല്ലാവരോടും വിശ്വസ്തരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങളിങ്ങനെ ആയിത്തീരണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് ദൈവം നമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ,
ഈ പുതു ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ അടുത്തു വന്ന് വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ ഒരുമിച്ച് പങ്കുചേരുവാൻ, തിരുവചനത്തിൻ്റെ മുൻപിലിരിപ്പാൻ നീ ഞങ്ങളെ ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. തിരുവചനം എപ്പോഴും ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വചനമാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുവാൻ, അത് ഹൃദയത്തിൽ സ്വീകരിച്ച് രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛനിലൂടെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. അങ്ങയെ കാണാനുള്ള ദമ്യമായ ആഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം നിറയപ്പെടാനിടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ അവിശ്വാസത്തിൻ്റെ കണികകൾ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വിശ്വാസത്തെ സ്വീകരിക്കുന്നവനായ ദൈവമേ, തോമസ് നിന്നെ കാണാൻ ആഗ്രഹിച്ചതുപോലെ അങ്ങയെ കാണാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവസാനത്തോളം വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു ശുശ്രൂഷകളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാം വിശ്വസ്തമായി നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ജീവിതം അവിടുത്തെ ദാനമാകർത്താവേ, നീ തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. വിശ്വസ്തയോടെ അത് വിനിമയം ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയച്ഛനെയും കൊച്ചമ്മയെയും കുടുംബത്തെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭയിൽ ദീർഘകാലം വിശ്വസ്തരായി ശുശ്രൂഷിപ്പാൻ ദൈവം അവരെ ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇപ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ തിരുസന്നിധിയിൽ അടുത്തു വന്ന് സ്തോത്രം പറവാൻ, നന്ദി പറവാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. ശുശ്രൂഷയിലുടനീളം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണം. ഞങ്ങൾക്ക് നേർന്നു നൽകുന്ന എല്ലാ അച്ഛന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുരാജ്യത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാനിടയാക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. തിരുമേശയിൽ സംബന്ധിപ്പാൻ ആഗ്രഹിച്ച് ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് വന്നുകൊണ്ട് അനുതാപഹൃദയത്തോടെ കുമ്പസ്ഥാനത്ത് പ്രാർത്ഥന എന്നോടൊപ്പം ഏറ്റുമില്ല. വാഴ്ത്തുക നീ മാനവേ എൻ പരനെ, വാഴ്ത്തുക നീ മാനവേ, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്തിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്തിവൻ തന്നുപകാരത്തെ ഓർത്തു, വാഴ്ത്തുക നീ മാനവേ എൻ പരനെ, വാഴ്ത്തുക നീ. പുല്ലിനു തുല്യമേ ജീവിതം വയലിൽ പൂവെന്ന പോലയ്യോ പോകുന്നതുലകിൽ, പൂവെന്ന പോലയ്യോ പോകുന്നതുലകിൽ, വാഴ്ത്തുക നീ മാനവേ എൻ പരനെ, വാഴ്ത്തുക നീ മാനവേ. സർവശക്തിയുള്ള ഭാവതപുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ചു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ചു ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശിഷുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞു സങ്കടപ്പെടുന്നു. സത്യമായി അനുഗ്രഹം കൈക്കൊള്ളുമെന്നു നീ ചെയ്യുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ചു. സകലത്തിലും പിഴച്ചു എന്ന് ഏറ്റു പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനയെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപനിറഞ്ഞനുമായ കർത്താവേ, ചുങ്കക്കാരനെയും
ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ടു തിരുവനന്തപുരത്ത് തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഓരോരുത്തരോടും പരമകാരുണ്യവാനായ ദൈവം മനസ്സറിഞ്ഞ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. തന്നുള്ള കൂട്ടായ്മയിൽ അനശ്വരിൽ പങ്കുകളായി ജീവിപ്പാൻ പ്രിയരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മെല്ലാം സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ. കർത്താവേ, നിൻ ദാസരാം അടിയങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടുത്തരം അരുളിയിടേണമേ. ഇരുവരോ മൂവരോ എൻ നാമത്തിൽ ഒരുമിച്ചിടിൽ അവരോടു കൂടെ ഞാനും എന്നരുളിയ നാഥാ. നിൻ സ്നേഹന്മാരിൽ വാസിച്ച വിശുദ്ധ റൂഹായേ, ഞങ്ങളിൽ വസിപ്പാനായി അയച്ചിടേണമേ. കർത്താവേ, ഈ സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള കർത്താവ് ദൈവമേ, തിരുസന്നിധിയുള്ള തലകളെ ഞങ്ങൾ വണക്കുന്നു. കർത്താവേ, ശാശ്വതമായ വാഴുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തേണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിഷം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നമ്മെല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും ശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഇവിടെയായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാന സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം.
ദൈവമായ കർത്താവിനുള്ളവയാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, അവിടുത്തെ സന്നിധാനത്തിനെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമാന്മാരുടെ 1000 10,000 10,000 കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്ത് പാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഒയനാൻ വാനും ഭൂമിയാസകലം സ്തുതി തിങ്ങും ബലവാൻ നീ. പരിശുദ്ധൻ 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 സ്തുതിയുയരേ കർത്തനുടെ നാമമതിൽ വന്നവനും ഇനിമേല വരുവാതിൻ ഉള്ളവനും വാഴ്വുള്ളോ താനാമേ ഉയരത്തിൽ ഓശാന. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്ത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്നരുൾ ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയ കാസായും അവനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്നരുൾ ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ സവരക്ഷാകരമായ എന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ പോലെ പ്രതികാരം നൽകുന്ന പരിഭ്രമജനകമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായ എന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ അപ്പം നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസാറിൽ വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഇവയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാല് ഭാഗങ്ങളുള്ള വിസവയെ മേച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ട കാര്യം ഇന്ന് ഞങ്ങളെ ഭരിക്കും ഞങ്ങളുടെ പിതാവായ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും
ഞങ്ങളുടെ പിതാക്കന്മാരായ യോവാഖീമാർ, കൂർലോസ്, ജോസഫ് മാർ, ബർന്നബാസ് എന്നീം സഫ്രഗൻ മെത്രാപ്പോലിത്താമാരെയും, തോമസ് മാർ, തിമോഥെയോസ്, ഐസക് മാർ, ഫീലിക്സിനോസ്, എബ്രഹാം മാർ, പൗലോസ്, മാത്യൂസ് മാർ, മഖാരിയോസ്, ഗ്രിഗോറിയോസ് മാർ, സ്തേഫാനോസ്, തോമസ് മാർ, തീത്തോസ്, സക്രിയാസ് മാർ, എഫ്രേം, ജോസഫ് മാർ, ഇവാനിയോസ്, മാത്യൂസ് മാർ, സറാഫിം എന്നീ എപ്പിസ്കോപ്പാമാരെയും, കശീശന്മാർ, ഷമ്മാശന്മാർ മുതലായി പട്ടത്തുതിനടുത്ത എല്ലാവരെയും, സന്യസ്തർ, സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രന്മാർക്കും നിയമസഭകൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഫാദർ റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യാനുള്ള വിശാല മനസ്സും സഹകരണബുദ്ധിയും ദൈവാശ്രയവും അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാൾ ഉറപ്പിച്ച് ബലമാക്കുമ്പോൾ അവരുടെ ദോഷപ്രതിജ്ഞകളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ അനുഗ്രഹങ്ങളും കൃപകളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഗുണവാനേ, നിൻ വാതിലിൽ മുട്ടുന്നു യാചനയിൻ നാദം. നിന്നാശ്രിതരിൽ നിന്നയ്യോ മുടക്കരുതേ യാചന. കണ്ണീർ തൂകി വിളിച്ചവള ദോഷക്കാരി ഗുരുതി ലഭിച്ചല്ലോ നിങ്ങൾ നിന്ന്. ഈശോ തന്നോടെ രക്തം കൊണ്ടു തുടച്ചിടുക നിൻ സഭമേ. വീഴച്ചെന്നു ഗ്രഹിച്ചു ഞങ്ങൾ തെറ്റുകളും അസംഖ്യമല്ലോ. നരസുധനേ, നീ ദയ ചെയ്ത് മ്ലേച്ഛതയിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കാം ഇന്ന്. സ്ഥലത്തിലെ മുടിയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിസ്തൃതന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹീതനായ കർത്താവേ, നിന്റെ തൃകൈ ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ പരമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവനേ, ദൈവോ നിങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് അല്പസമയം മൗനമായി പ്രാർത്ഥിക്കാം. നമ്മുടെ വിധങ്ങളായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് തമ്പുരാനോട് പറയാം. വന്നുപോയ വീഴ്ചകളും തെറ്റുകളും ഒക്കെ മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയാം. അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം. ഈ കാലത്തെ നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ആരാധനയ്ക്കായിട്ട് കൂടി വരുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ച വലിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പല കാരണങ്ങൾ കൊണ്ട് വരാതെ പോയവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ആഗ്രഹിച്ചിട്ട് വരാൻ കഴിയാതെ പോയവർ, ഇതിനോടൊന്നും താല്പര്യവും മനസ്സുമില്ലാതെ പോകുന്നവർ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് ആരാധിക്കുന്ന നല്ല ദിനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ രോഗികളായി കഴിയുന്നവരെയൊക്കെ നമുക്ക് ഓർക്കാം. നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ടല്ലോ, അവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യുകയും പൂർണ്ണമായ ആരോഗ്യത്തിനായി സൗഖ്യത്തിനായിട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വാർദ്ധക്യ സഹജമായ ക്ഷീണത്താലും വിവിധങ്ങളായ രോഗങ്ങളാലും കിടക്കയിലായിരിക്കുന്ന നമ്മുടെ വയോധികരായിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, വാർദ്ധക്യം ഒരു നിരാശയ്ക്കിടയാകാതെ സമാധാനത്തോടും സന്തോഷത്തോടും ഒക്കെ വാർദ്ധക്യകാലം ചിലവഴിപ്പാൻ ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരെയും നാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരെയൊക്കെ ഈ സമയം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ അകലെയായി പാർക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർക്കാം. ജോലി പ്രമാണിച്ചും പഠനം പ്രമാണിച്ചും ഈ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി പാർക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാവലായിരിക്കണേ, തുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ പ്രലോഭനങ്ങളുടെയൊക്കെ മധ്യത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇനി എന്തിനു പോകണമെന്ന് വിചാരിച്ച് പലതരത്തിൽ ആകുലപ്പെടുന്നതായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, കൊച്ചുകുട്ടികൾ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുമേനിമാര്, പട്ടക്കാര്, സുവിശേഷകരെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഇടയിൽ നിന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ആയിരിക്കുന്ന അച്ഛൻകുഞ്ഞച്ഛനെയും ബാബു അച്ഛനെയും നമുക്ക് ഓർക്കാം. വിധങ്ങളായിടങ്ങളിൽ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെല്ലാം ഇന്ന് നമ്മോടൊപ്പം ആരാധനയെ സംബന്ധിക്കുന്നുണ്ടല്ലോ. നമുക്ക് ദൈവത്തിന് നന്ദി സ്തോത്രം അർപ്പിക്കാം. കുടുംബങ്ങളായിട്ട് അവരെയൊക്കെ പരിപാലിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദേശത്തിനും രാജ്യത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ ദേശത്തെ ജീവിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടതായിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ ഭരണക്കാരെയും അതുപോലെ പൊതുപ്രവർത്തകരെയും ഒക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ഒരുപാട് ഇടങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ നടക്കുന്ന സമാധാന യജ്ഞങ്ങൾക്ക് വേണ്ടി, അതിന് അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭയം കൂടാതെ കർത്താവിനെ ആരാധിക്കാൻ സഹായകരമായ സാഹചര്യത്തിൽ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. വ്യക്തിപരമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ദൈവത്തോട് പറയാം. എത്രയോ വലിയവൻ, എത്രയോ നല്ലവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് അറിയിക്കാം. യേശുമശിഹായുടെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും അന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മാധുരത്തോടും ദൈവത്തോടും കൂടി സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ. എന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദിമുതൽ നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുത നാമം
ദൈവമേ. മാറിയാൻ നന്മകളെ പ്രാർത്ഥന കേൾക്കണമേ. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്നത് പോലെ കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യരുടെ ദിവസങ്ങൾ പുതുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. ഭാവിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിൻ ശരണത്തിൽ നിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലെ ഉണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കേണമേ. സ്തോമൻ കാലോസ് കുറിയേലായിസോ. കർത്താവേ നിൻ വലഭാഗത്തിൻ ഉടയോരായ കുഞ്ഞാടുകളോടൊത്തു ഞങ്ങൾ മോദിക്കേണമേ. വരുവേൻ നിങ്ങൾ വിശുദ്ധരോടൊപ്പം നിത്യരാജ്യം അനുഭവിപ്പീനം അരുളും സ്വരം കേൾക്കേണമെങ്ങൾ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തോ. നിന്നുയർപ്പാലതുമാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തമണത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകി ദൈവപുത്ര, ഞങ്ങൾ ശബ്ദങ്ങളുടെ സ്തുതി പാടുവാൻ മണ്ണിൽ ദൈവമേ നിർമ്മിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം വലിയ സ്തുതിനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ നേക്കുളവതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവെ, കാണപ്പെടാവതല്ലാത്തതിന് വലത്തു വരെ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവും എന്നേക്കും തിരുസലമോ പ്രസാദത്തിനുമായി കാകത്താൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിയാവതല്ലാത്ത തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദേവനിഷ്ഠാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങളും കൃപകളും വിസ്തൃതി വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരെ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരണം നമ്മുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ടു ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി കാകത്താൽ മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിന്റെ ശരീരത്തിന്റെ സൗഖ്യത്തിനായി നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിന്റെ ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക.
എൻ ദൈവമേ നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ.
നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ പാപത്താൽ മുറിവേറ്റ എന്നെ നിന്നെ പാണിയാൽ ചേർത്തടച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്നെ പാണിയാൽ ചേർത്തടച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. കൂരിരുൾ താഴ്വര കാത്തിലുമെന്തേ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര കാത്തിലുമെന്തേ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുപരാ. വനാന്തരത്തിലൂടെ നാൾ തോറുമുള്ളിൽ യാത്ര അതിൽ ഞാൻ ക്ഷീണിച്ചു കരം കുഴഞ്ഞു നാവും താണിടുന്ന സമയം എപ്പോഴും യേശുവിൻ സ്നേഹം മടിയിൽ ആശ്വസിക്കാം അനുദിനം എനിക്കു.
നാശം ചെയ്തിടുവാനാ എന്തും ശ്രമിക്കുന്ന വൈരികളാ സാത്താനും ലോകം ജഡം എന്നിവരിൽ കൂർത്ത ശരങ്ങൾ എന്നിലേൽക്കുമ്പോൾ യേശുവിൻ സ്നേഹം വാമടിയിൽ ആശ്വസിക്കാം അനുദിനം എനിക്കു രോഗങ്ങൾ മൂലം ദിനം തോറും എൻ്റെ ദേഹത്തിൽ ശക്തി ക്ഷയിക്കുമ്പോഴും ആശ്രയം സർവം നശിച്ചിടുമ്പോഴും ആശ്രിത വത്സലനാകും യേശുവിൻ സ്നേഹം വാമടിയിൽ ആശ്വസിക്കാം അനുദിനം എനിക്കു ലോകത്തിൽ സൗഖ്യം ക്ലേശവുമില്ലാതെ ഏകാകിയാൻ ഞാൻ ദുഃഖിക്കുമ്പോഴും മത്സഖിമാ കൈവിടുമ്പോഴും എന്നെ വാത്സല്യത്തോടണച്ചിടും നായൻ യേശുവിൻ സ്നേഹം വാമടിയിൽ ആശ്വസിക്കാം അനുദിനം എനിക്കു ഭൂലോകമോ വനാന്തരത്തിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവും എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമശിയാൾ ഭക്ഷിച്ച തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും ശിക്ഷയ്ക്കുമായി ഭവിക്കരുത്. ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകം മുഴുവനും നിന്നെ മുട്ടുകുത്തി വന്നിക്കും. സകല നാവും നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അപ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. നീ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തി സഹായിച്ചു താങ്ങി നിർത്തിക്കൊള്ളണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ ആനന്ദിച്ചിരിക്കാൻ ഞങ്ങളെല്ലാവരെയും നീ പുണ്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു കൊള്ളുകയും ചെയ്യണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിറങ്ങി വന്ന് ഞങ്ങൾക്ക് നാശമില്ലാത്ത ആഹാരമായി തീർന്ന സാക്ഷാൽ അപ്പമായ മശിഹാ തമ്പുരാനെ, ഭയങ്കരമായ ശിക്ഷാവിധി നിങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും കാത്തുകൊള്ളണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ വിളിപ്പീൻ ഞാൻ ഉത്തരമരുളും, മുട്ടുമ്പോൾ തുറന്നിടും ഞാൻ എന്നുള്ളൊരു നിൻ വാഗ്ദാനം ഞങ്ങളിൽ നിവർത്തിക്കണമേ. നീ ചിതറിപ്പോയവരെ കൂട്ടി ദൂരെ പോയവരെ ചേർക്ക, തിരിക്കുക തെറ്റിപ്പോയവരെ നൽകുക യാചിക്കും നോർക്കും.
കരുണ നിറഞ്ഞ പിതാവേ നൽ ആശിസുകളിൻ സാഗരമേ, ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളേണമേ കർത്താവേ. കർത്താവേ, ദാസന്റെ പ്രാർത്ഥന അപേക്ഷകൾ കൈക്കൊണ്ട് ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്വ് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി സമാധാനത്തോടെ ഞങ്ങളെ നയിക്കണമേ. സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന് യാഗത്തിൽ പ്രാപിച്ചിരിക്കുന്ന വാഴുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്തോടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന് ജയം നൽകുന്ന സ്ലീവായ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസാൽ മുദ്രയേറ്റവരുമേ, ചിത്രത്തിൽ നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരും. ബലഹീനനും പാപിയുമായ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണകളും സഹായങ്ങളും ലഭിക്കാനായി നിങ്ങൾ തെളിഞ്ഞ് സന്തോഷിച്ചാനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോയി പാർത്ത് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച് രക്ഷയെ